ബാങ്ക് മാനേജർ അടക്കമുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥരും സ്റ്റാഫ് അംഗങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ചേരങ്കൈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആളുകളുണ്ട്. വാമോസ് കൂട്ടായ്മയുടെ ആളുകളുണ്ട്. നമ്മുടെ അജിത് കുമാറുണ്ട്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും നേരത്തെയുടെ കൗൺസിലർമാരായവരൊക്കെ ഉണ്ട്. സാമൂഹ്യ പ്രവർത്തകരുണ്ട്, കലാകായിക സ്നേഹികളുണ്ട്, പരിസ്ഥിതി പ്രവർത്തകരുണ്ട്. എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധികം നീട്ടാതെ നമ്മുടെ ബീച്ചും പരിസരവും നാടുമൊക്കെ പ്ലാസ്റ്റിക് വിമുക്തവും അതുപോലെ തന്നെ മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ നടന്നു വരുന്നു. അതിന് ഫലവത്തായി നമുക്ക് സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി നമുക്കിതിനെ കാണാം. പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മാനേജർ അവരെ ക്ഷണിക്കുന്നു. നമസ്കാരം. ധനലക്ഷ്മി ബാങ്കിൻ്റെ കാസർഗോഡ് ബ്രാഞ്ച് മാനേജറാണ് ഞാൻ. എൻ്റെ കൂടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് 99ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഫൈനാൻസിങ് സ്ഥാപനമായിട്ടാണ് ബാങ്ക് രൂപപ്പെടുന്നത് 1927 നവംബർ 14-ാം തീയതി. പിന്നീടാണ് അത് വളർന്ന് ബാങ്കിലേക്ക് എത്തുന്നത്. 1900 ഒരു കേരള ബേസ്ഡ് ബാങ്കാണ്. നമ്മുടെ കേരള ബേസ്ഡ് ബാങ്കാണ്. വളരെ ചുരുങ്ങിയ ബാങ്കുകളെ കേരള ബേസ്ഡ് ഉള്ളൂ. ധനലക്ഷ്മി ബാങ്ക്, മറ്റൊന്ന് ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, CSB എന്ന് പറയുന്ന ഒരു 4 ബാങ്കുകളാണ് കേരള ബേസ്ഡാണ്. ഇപ്പോൾ വിസാഖ് ബാങ്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഈ ഒരു ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ആലോചനകളാണ് നാസറക്കിയായിട്ട് സംസാരിക്കുകയും ഇങ്ങനെ ഒരു പ്ലാൻ അദ്ദേഹമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ മേലധികാരികളുമായിട്ട് സംസാരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ പാർട്ട്നേഴ്സായിട്ടുള്ള ബജാജ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി, UTI മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ബജാജ് ലൈഫ് ഇൻഷുറൻസ്, UTI മ്യൂച്വൽ ഫണ്ട് എന്നിവരുടെ രീതികളെ 99ാം വാർഷികത്തോടനുബന്ധിച്ച് 99ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ ഫോട്ടോ എടുക്കും പദ്ധതികൾ പഞ്ചായത്ത് എന്നിരുന്നാലും നമുക്ക് അതിൻ്റെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നമ്മൾ ഈ പരിസരം നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഈ കടലിൻ്റെ ആ ബീച്ചിലാണെങ്കിൽ പ്ലാസ്റ്റിക്, പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല. അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ എന്നാലും നമുക്കത് ഓരോ അതോറിറ്റി അവർ ചെയ്യട്ടെ, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെയ്യട്ടെ.